എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക്, അതായത് MSW കോഴ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എന്നോട് ഡയറക്റ്റായിട്ട് പേഴ്സണലി കാണുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ്, എന്താ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും MSW എന്നുള്ള കോഴ്സാണ് പഠിക്കുന്നത്. അതെന്താ, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം, അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെയാണുള്ളത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഈ ചോദ്യങ്ങൾ നേരിടുന്ന കുറേ MSW സ്റ്റുഡൻസ് നമ്മുടെ ഇടയിൽ തന്നെ കാണും, ഈ വീഡിയോ കാണുന്നവരിൽ കാണും. അപ്പം അവരിലേക്കും ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ PG എന്ന പോലെ തന്നെ ഇതും ഒരു PG കോഴ്സാണ്. ഇതിൻ്റെ സ്ട്രീം എന്ന് പറയുമ്പം സോഷ്യൽ വർക്കാണ്. അതാണ് ഈ ഒരു കോഴ്സിന് മറ്റുള്ള കോഴ്സിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നീട് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ ഡോക്ടർ, നേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇതും ഒരു പ്രൊഫഷനാണ്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നൊരു പ്രൊഫഷനാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാമൂഹ്യ സേവനമല്ല ഈ സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും. ഇതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വഴിയെ പറയാൻ കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് വരുന്ന വീഡിയോകളിൽ പറയാം. അപ്പം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ PG പ്രോഗ്രാമാണ്. 2 വർഷത്തെ 4 സെമിസ്റ്റർ വരുന്ന കോഴ്സാണ്. ഈ 4 സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ കുറച്ച് കോർ കോഴ്സുകളുണ്ട്. ആ ഒരു കോർ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതായത് സോഷ്യൽ വർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ആ പ്രിൻസിപ്പിൾസും റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു കോർ സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. പിന്നീടെന്ന് പറയുന്നത് ഫീൽഡ് വർക്കാണ്. അതായത് ഇതും എന്നോട് പലരും ചോദിക്കുന്നതാണ്. ഞാൻ ഇതെനിക്ക് ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോഴത്തേനും അവിടുത്തെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ ചോദിക്കും, ജോലിക്ക് കയറിയോ, എടുത്തോ? അന്നേരം ഞാൻ പറയാം, ഇല്ല, ഇത് ഞങ്ങളുടെ ട്രെയിനിങ് ആണ്. ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിനെ വിടുന്നതാണ്. അത് MG യൂണിവേഴ്സിറ്റി, ഞാനിപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ കരിക്കുലത്തിൻ്റെ ബേസിലാണ് ഞങ്ങൾ ആ ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. 4 സെമിസ്റ്ററിലും നമുക്ക് ഓരോ സെമിസ്റ്ററിലും ഇതേപോലെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ടോട്ടൽ 4 ഫീൽഡ് വർക്ക് കാണും. അപ്പം ഈ 4 ഫീൽഡ് വർക്ക് കൂടാതെ തന്നെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻറ്റേൺഷിപ്പും നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന പ്രകാരം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മളുടെ സ്പെഷ്യലൈസേഷനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം MG യൂണിവേഴ്സിറ്റിയിൽ വരുന്ന 3 സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, 1 ഞാൻ പഠിക്കുന്ന മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, 2 ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, 3 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. ഈ 3 സ്പെഷ്യലൈസേഷനാണ് MG യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽ, ഇതെന്ന് പറയുന്നത് 216 മണിക്കൂറിൻ്റെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എന്താണോ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് അത് എങ്ങനെ നമുക്ക് നാളെ ഒരു സമയത്ത് ജോലി കിട്ടിക്കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കൽ ബേസ് നമുക്കതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡ് വർക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരി നമുക്ക് ഫൈനൽ ഇയർ വരുമ്പോൾ, ഫൈനൽ സെമസ്റ്ററിൽ സാധാരണ ഇപ്പോൾ UG പ്രോഗ്രാം ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമുക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. നമുക്ക് ഫൈനൽ ഇയർ നമുക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു പേപ്പർ കാണും. അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് ചെയ്യേണ്ടത് റിസർച്ചാണ്. ഒന്നെങ്കിൽ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എടുത്തു വെച്ച് അതിനെ റിസർച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത്രയുമാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ബേസായിട്ട് പറയാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് MSW എന്ന് പറയുന്നൊരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 വർഷം അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന വഴികൾ ഇതൊക്കെയാണ്. ഇതെത്രയാണ് ബേസിക്കായിട്ട് പറയുന്നത്. ഇനി ഈ 2 വർഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എന്ത് ജോലിക്കൊക്കെ ഇവർക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു ചെറിയ കാര്യമുണ്ട്, വലിയൊരു കാര്യമുണ്ട് കേട്ടോ, വൈവ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 4 സെമിസ്റ്ററിൽ നമുക്ക് ഓരോരോ ഫീൽഡ് വർക്ക് കാണും. ഈ ഫീൽഡ് വർക്കിനൊക്കെ കൃത്യമായിട്ട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വൈവ വോയിസ് കാണും കേട്ടോ.
എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ LKG-യിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡ് വർക്കിന് പോയി എന്ത് കാര്യം നേടി, എന്ത് പുതിയതായിട്ട് പഠിച്ചു, നമ്മൾ പഠിച്ചത് എന്തൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈവ ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റേൺഷിപ്പ്, ബ്ലോക്ക് പ്ലേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഈ ഫൈനൽ നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് ചെയ്യുന്ന ഫീൽഡ് വർക്കിൽ പല സ്റ്റുഡൻസിനും ജോലി വരെ നമുക്ക് നേടാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. അപ്പം അതിനെ ബ്ലോക്ക് പ്ലേസ്മെൻ്റ് എന്നും പറയാറുണ്ട്. അതിനും നമുക്ക് ഇതേപോലെ വൈവയും കാര്യങ്ങളും ഒക്കെ കാണും. കാര്യം എന്ന് പറഞ്ഞാൽ അതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചു എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞത് അതേ സാധനം തന്നെ, അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. കുറേ പ്രാവശ്യമായിട്ട് നേരത്തെ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, സോറി. അപ്പം നമുക്ക് വരാം. ഇനി എന്താണ് MSW അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കരിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി എങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഹെൽത്ത് കെയർ സെറ്റിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് നമ്മൾ സാധാരണ ഒരു പനി വന്നാൽ പോകുന്ന ഹോസ്പിറ്റൽസ്, അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലും ഒക്കെ ആയിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ NGOs, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏജൻസീസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ ബേസാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ അതും നമുക്കിവിടെ സാധ്യമാണ്. നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ടീച്ചിങ് എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് മാറാൻ സാധിക്കും. പിന്നീട് ഇപ്പം കൗൺസിലിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സ്, അതേപോലെ തന്നെ പല രീതിയിലായിട്ടേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് മാറാൻ പറ്റും. ഈ ഒരു ഫീൽഡിൽ വന്ന് സോഷ്യൽ വർക്ക് എന്നൊരു ഫീൽഡിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതേന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പല പല സെക്ടറിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കണം. ഇതൊക്കെ എനിക്കറിയാമെന്നുള്ള കുഞ്ഞു കുഞ്ഞു പരിമിതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും, വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന സ്ട്രീമിലുള്ളത്. പിന്നീട് കോർപ്പറേറ്റ് സെക്ടറിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഹ്യൂമൻ റിസോഴ്സിൽ. പിന്നീടെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ വരും. അവിടേക്ക് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ കൗൺസിലിംഗ്, നേരത്തെ പറഞ്ഞാൽ കൗൺസിലിംഗ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഒക്കെ നമുക്ക് തിരിയാൻ പറ്റും. ഇത് ഇത്രയും ഒരു കുഞ്ഞ്, എൻ്റെ അറിവിലുള്ള കുഞ്ഞു കുഞ്ഞ് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ വർക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് MSW എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതലായിട്ട് ഈ ഒരു കോഴ്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.